പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. വരൂ. അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കുക. ചെറിയ ഉള്ളി മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ചീഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പുറം തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ കഴുകി വാരിയെടുക്കുക. ഉള്ളി നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക. പല പ്രാവശ്യം കഴുകിയെടുക്കണം ഉള്ളി, എന്നാലേ അത് ഒരു വൃത്തിയായെന്ന് നമുക്ക് തോന്നുള്ളൂ. അതുവരെ കഴുകിയെടുക്കുക. മഴക്കാലത്ത് ഈ ഉള്ളിത്തോല് ചീഞ്ഞാലൊരു വല്ലാത്ത മണമാണ്. ഉള്ളി വായുസഞ്ചാരം ഉള്ളിടത്ത് സൂക്ഷിക്കണം, എന്നാൽ മാത്രമേ അത് വളരെ കൃത്യമായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ അധിക ഉള്ളി വളരെയധികം വാങ്ങി ഈ മഴക്കാലത്ത് സൂക്ഷിക്കാതിരിക്കുകയാണ് ബുദ്ധി. വീണ്ടും കഴുകുക. നമ്മൾ കഴുകി നല്ല വൃത്തിയായി നമുക്ക് തൃപ്തിയാകുന്ന വരെ അങ്ങ് കഴുകുക. മഴക്കാലത്ത് ഉള്ളി വേഗം കേടാകുന്നതുകൊണ്ടാണ് ഉള്ളിത്തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഉള്ളി തോലി കളഞ്ഞ് പിന്നെ ഇങ്ങനെ എടുക്കുന്നത് നല്ല പണിയാണ്. ഇപ്പം കുറേ അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലെല്ലാവരും കൂടി ചെയ്താൽ വേഗം കഴിയും. ഇതൊരാൾ തനിയെ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ല പണിയാണിത്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഒരു തേങ്ങ വേണം അതിൻ്റെ കൂടെ. ആ ഒരു തേങ്ങയുടെ പകുതി നമുക്ക് വറുത്തരയ്ക്കാൻ വേണം. ഉള്ളിത്തീയലിന് വറുത്തരയ്ക്കാൻ വേണം. പിന്നെ ഒരു പകുതി നമുക്ക് കുത്തി അരിഞ്ഞും വയ്ക്കാം. അരിഞ്ഞ് വെക്കുക. ഒരു 300 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുറി തേങ്ങ, ഒരു മീഡിയം ഒരു വിധം വലിപ്പമുള്ള തേങ്ങയുടെ ഒരു മുറി കൊത്തി അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില. പിന്നെ വറുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുക്കുക. ഒരു 4 വെളുത്തുള്ളി അല്ലി ഞാനിതിലിട്ടിട്ടുണ്ട് വറുക്കുന്നതിൽ. കറിവേപ്പില, വെളുത്തുള്ളി, തേങ്ങ. അങ്ങനെ നമ്മൾ ഇത് വറുക്കുകയാണ്. ഇത് കുറച്ച് ബ്രൗൺ കളറാവുന്നവരെ വറുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുക്കുന്നത്. മുളക് പൊടി ഇട്ടുന്നതിനേക്കാളും രസം മുളകാണ്. പിന്നെ മല്ലി ഉണ്ടെങ്കിൽ മല്ലിയും കൂട്ടി വറുക്കാം. ഞങ്ങൾക്ക് മല്ലിപ്പൊടിയാണുള്ളത്, അതുകൊണ്ട് അത് അവസാനം ചേർത്താൽ മതി. വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയാൽ മതി. ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ, മുളക്, 4 ചുള വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില അത്ര ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഈ സമയത്ത് നമ്മൾ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കണം. പുളി വെള്ളത്തിലിട്ട് വെക്കണം. അത് പിഴിഞ്ഞിട്ട് ഈ കറിയിൽ ചേർക്കേണ്ടതാണ്. വറുത്ത് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. കാരണം അത് തണുത്താൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ആദ്യം അങ്ങ് വറുത്ത് വെക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 300 ഗ്രാം ഉള്ളിയാണ്. നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വറ്റൽമുളക് ഇടുക, പിന്നെ കടുക് ഇടുക. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട എത്ര എടുക്കാം. അങ്ങനെ 2 തണ്ട് വറക്കാനും എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കടുക് പൊട്ടിക്കാനും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വഴറ്റുക. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക്
പിന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതേ കറി തന്നെ ഈ ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി വറുത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതിങ്ങനെ ഭയങ്കര കുറുകിയിരിക്കുന്ന കറിയായിരിക്കും. ഇതിലിത്തിരി ശർക്കരയും ചേർക്കും. ഇതങ്ങനെയല്ല, ഇത് വെറും ഉള്ളി തീയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ വേഗം വഴന്ന് കിട്ടും. നമ്മൾ വാങ്ങുന്ന ഉള്ളിയൊക്കെ മുളച്ചിട്ട് ഇങ്ങനെ കുറേ എടുത്ത് കളയില്ലേ, അത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് മെനക്കെട്ട കറി തന്നെയാണ് ഇതൊക്കെ. എന്തായാലും കുറച്ച് നേരമൊക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയൊക്കെ നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാം. വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കറിയായിരിക്കും. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ അനുസരിച്ച് അളവിന് മാറ്റിയൊക്കെ ഇടണം. ഒരു മുറി തേങ്ങ കൊത്തി അരിഞ്ഞത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ഊണിൻ്റെ കൂടെയും അത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ എടുക്കാൻ നല്ലതാണ്. നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് വേവണം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അത് രണ്ടുമാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച മുളകും തേങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അത് അരച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇടുമ്പോൾ തീ ഒന്ന് ചെറുതാക്കി വെക്കണം. കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം കൂടി കിടന്നിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് പോവും. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ അരയ്ക്കാനുള്ള നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മൾ കുതിർത്തിട്ട് അത് പിഴിഞ്ഞിട്ട് എടുക്കുക. പുളിവെള്ളം ഒഴിക്കണം. അത് നിർബന്ധമാണ്. എന്നാലാണ് തീയലിന് ടേസ്റ്റ് വരിക. പക്ഷെ പുളി അധികമാകാനും പാടില്ല. പുളിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്ന് നിൽക്കരുത്. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ അതൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കുക. നല്ല അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം.
പുളി അധികമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും. അതിൻ്റെ ഒരു യെല്ലോ കളറ് നഷ്ടപ്പെടും. ഒരു ബ്രൗണിഷ് ആയിട്ടൊരു യെല്ലോ കളറായിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചു കൊടുത്തു. അത് എല്ലാം അരച്ചതൊക്കെ അതിലിട്ടു. തേങ്ങയും വറ്റൽമുളകും കൂടി. ഉണ്ടയായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 1.5 സ്പൂൺ മല്ലി എടുത്താൽ മതി. എനിക്കിപ്പോൾ അങ്ങനെയുള്ള മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തത്. വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ നമ്മളുടെ കറി ഏതാണ്ട് റെഡിയായി. ഇനി നന്നായി തിളച്ചിട്ട് നമുക്ക് കുറച്ച് കുറുകുന്ന വരെ കാത്തിരിക്കാം. വല്ലാതെ കുറുക്കിയെടുക്കുന്നതല്ല. വല്ലാതെ കുറുക്കിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബ്രൗൺ കളറായിരിക്കും. പുളിയുടെ അളവ് ഇത്തിരി കൂടും. ഇത്തിരി ശർക്കരയൊക്കെ ഇടും. ആ കറിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തീയലാണ് ഉണ്ടാക്കുന്നത്. പുളിയുടെ ടേസ്റ്റ് കുറച്ചുണ്ടാവും. വറുത്തരച്ച ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി വഴറ്റിയിട്ടുണ്ടാവും. മാത്രമേ പിന്നെ കൊത്തി അരിഞ്ഞ തേങ്ങ ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. ചോറിൻ്റെ കൂടെ നല്ല രസമുണ്ടാകും. അപ്പത്തിൻ്റെ കൂടെ രസമുണ്ടാവും. ഒക്കെ രസമുള്ളൊരു കറിയാണ്. കുറച്ച് മെനക്കേടുണ്ട് ഉണ്ടാക്കാൻ. വറുക്കണം, അരയ്ക്കണം, തേങ്ങ അരിയണം, അങ്ങനെയൊക്കെ കുറച്ച് പണിയെടുക്കണം. എങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഉള്ളിത്തീയൽ. ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ വറുത്തരച്ച ഉള്ളിത്തീയൽ തയ്യാറായി. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ ഇതിൽ ഈ പുളിയൊന്നും ചേർത്തത് അധികം വെക്കുന്നത് നല്ലതല്ല. നമ്മളൊരു മൺപാത്രത്തിലേക്ക് അതിനെ മാറ്റണം. മൺപാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ദിവസമൊക്കെ നിൽക്കും. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അതിനെ ഇളക്കി കുറച്ച് വെള്ളമൊക്കെ വറ്റിച്ച് കുറച്ച് വറ്റിക്കുക. അപ്പം നമുക്കൊരു കറിയായി. നല്ലൊരു കറി. നല്ല പരിസരം മുഴുവൻ അതിൻ്റെ മണമുണ്ട്. വറുത്തരച്ചതിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഒരു വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂടിയ ഒരു മണം. ഇന്നത്തെ സ്പെഷ്യലായ ഉള്ളിത്തീയൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. മൺപാത്രത്തിലാക്കി വെച്ചാൽ കുറച്ച് നാളെയും കൂടിയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് കേടാവില്ല. അത് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മൂടി വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാർ. അപ്പം എല്ലാവരും ഉള്ളിത്തീയൽ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടണം. അത് കുഴപ്പമില്ല. വളരെ ടേസ്റ്റായി കഴിക്കുമ്പോൾ നമ്മൾ ആ മെനക്കെട്ടതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മളങ്ങ് മറക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളിത്തീയൽ കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കുക. ചാനലെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോസൊക്കെ ചേർത്തിരിക്കുന്നത്. പുതിയ ചെറുപ്പക്കാർക്കൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. പഴയ അമ്മമാർക്കൊക്കെ അറിയുന്ന കറിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഉള്ളിത്തീയൽ
സ്പെഷ്യൽ ഉള്ളിത്തീയൽ ഇന്നത്തെ സ്റ്റാർ ആവട്ടെ. എല്ലാവർക്കും താങ്ക് യു.